ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഏകദേശം ഒരു 2 വർഷമായി എന്ന് തോന്നുന്നു, 2 വർഷത്തിനടുത്തായി കാണണം, ചെയ്ത എൻജിൻ എന്ന ഷോർട്ട് ഫിലിമിനെ കുറിച്ചാണ്. പൂർണ്ണമായിട്ട് മൊബൈലിലാണ് ചെയ്തത്, ആസ് യൂഷ്വൽ. 0 ബഡ്ജറ്റാണ്. പിന്നെ ഇതിനു മുമ്പ് ചില ഷോർട്ട് ഫിലിമിൽ ഞാൻ ചെയ്തതുപോലെ തന്നെ ഇതിലും ഞാൻ ഡബിൾ റോളാണ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു എൻ്റെ ജോണർ വരുന്ന ഒരു ഫാൻറ്റസി സറ്റയർ ആയിരിക്കും എന്നാണ് എൻ്റെ ഓർമ്മ. എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ്, ഇതെങ്ങനെ ഫാൻറ്റസി ആവും, ഇതെങ്ങനെ സറ്റയർ ആവും എന്നുള്ളതൊക്കെ. അപ്പം അങ്ങനെ സംശയം വരാനുള്ളൊരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ ആൾക്കാരാണ് അങ്ങനെ സാധാരണ എന്ന് പറയുന്നത് ശരിയല്ല. അങ്ങനെ സംശയം വരാനുള്ള കാരണം, സാധാരണ ഫാൻറ്റസി സറ്റയർ എന്നൊക്കെ പറഞ്ഞ് ചില സിനിമകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ പൊതുവേ കണ്ടിട്ടുള്ളത്. അപ്പം ആരെങ്കിലും ഈ ഒരു ജോണറിൽ ഒരു പ്രോജക്റ്റ് എടുത്ത് വിജയിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേപോലെ തന്നെ അതിൻ്റെ വകഭേദങ്ങളുണ്ടാക്കി വിജയിപ്പിച്ചും അല്ലാതെയും മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ബാക്കിയുള്ള ആളുകൾ ചെയ്യുന്നത്. ആരും വ്യത്യസ്തമായിട്ടൊന്നും ട്രൈ ചെയ്യാറില്ല, റിസ്ക് എടുക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പൊതുവേ കണ്ട് ശീലിച്ചൊരു ഫാൻറ്റസി ഉണ്ട്, പൊതുവേ കണ്ട് ശീലിച്ചൊരു സറ്റയറുണ്ട്. അപ്പം അതാണ് സറ്റയർ, അതാണ് ഫാൻറ്റസി എന്നൊക്കെ ആളുകൾ അങ്ങ് അറിഞ്ഞോ അറിയാതെ ധരിച്ചിരിക്കുന്നതിൻ്റെ പ്രശ്നമാണ്. ഇത് ഫാൻറ്റസിയാണോ, ഇത് സറ്റയറാണെന്നൊക്കെ ആൾക്കാരുടെ ചോദ്യം വരുന്ന ജോണറിനെ സംബന്ധിച്ചുള്ള കൺഫ്യൂഷൻസ്. അത് ജോണറിനെ പറ്റി വലിയ പിടിയില്ലാത്തതുകൊണ്ടാണ്. വെറൈറ്റി റിസ്ക് എടുത്ത് ചെയ്യുന്ന ഫിലിംസ്, അല്ലെങ്കിൽ വെറൈറ്റി ടൈപ്പ് ഓഫ് ഫിലിംസ് കണ്ടിട്ടില്ലാത്തതിൻ്റെ, വെറൈറ്റി ജോണേഴ്സ് കണ്ടിട്ടില്ലാത്തതിൻ്റെയൊക്കെ പ്രശ്നമാണ്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഞാൻ സംസാരിക്കുന്നില്ല. അപ്പോൾ അതങ്ങനെയാണ്. ഇതൊരു ഫാൻറ്റസി സറ്റയർ എന്നാണ് എൻ്റെ ഓർമ്മ. ഞാനതിനെക്കുറിച്ച് മറന്നുപോയി, ഇപ്പം 2 വർഷമായി. അപ്പോൾ ഇതിൻ്റെ പ്രീ പ്രൊഡക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഭംഗിയായിട്ട് അതിൻ്റെ തിരക്കഥ ഞാൻ എഴുതി. ഷൂട്ട് ചെയ്യാനുള്ള സ്ഥലം ഒരു സ്ഥലം പെട്ടെന്ന് തന്നെ കിട്ടി. മറ്റൊരു സ്ഥലത്തിന് വേണ്ടി സ്വല്പം ഒന്ന് ആലോചിച്ചതിന് ശേഷമാണ് കണ്ടുപിടിച്ച് ചെയ്തത്. സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഏത് വേണമെന്ന് ഫൈനലൈസ് ചെയ്യാൻ 1, 2, 3 സ്ഥലങ്ങളുണ്ടെന്ന് തോന്നുന്നു പ്രധാനമായിട്ടും. അപ്പോൾ ഇത് ഒരു സ്ഥലം പെട്ടെന്ന് തന്നെ തീരുമാനിക്കപ്പെട്ടു. മറ്റ് 2 സ്ഥലങ്ങളും കുറച്ചൊന്ന് ആലോചിച്ചതിന് ശേഷമാണ് ഫൈനലൈസ് ചെയ്യാൻ സാധിച്ചത്. അത് കഴിഞ്ഞിട്ട് 1, 2, 3 തവണ രാത്രിയും പകലൊക്കെ ആയിട്ടാണ് ഷൂട്ട് ചെയ്തത്. അധികം ബുദ്ധിമുട്ടില്ലായിരുന്നു, എന്നാലും കുറച്ച് പേഷ്യൻസ് വേണ്ടി വന്നു ചില സാഹചര്യങ്ങളിലൊക്കെ. എന്നാലും ഭംഗിയായിട്ട് എഴുതി ഭംഗിയായിട്ട് ഷൂട്ട് ചെയ്തു എന്നുള്ളതാണ്. പിന്നെ അതിൻ്റെ റിലീസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഇത് റിലീസ് ചെയ്തതിന് ശേഷം ഒരുപാട് ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായി. അത് കുഴപ്പമില്ല, അത് ഞാനങ്ങനെ കൺഫ്യൂഷൻ വരും, ആ ഒരു രീതിയിലാണത് ചെയ്തിരിക്കുന്നത്. ആ കൺഫ്യൂഷൻ നമ്മൾ ചിന്തിച്ച് മാറ്റുന്നതിലൂടെയാണ് ഈ ഷോർട്ട് ഫിലിമിൻ്റെ രസം ഇരിക്കുന്നത്, അതിൻ്റെ സത്ത്, അതിൻ്റെ കണ്ടൻറ്റ് ഇരിക്കുന്നത്, അതിൻ്റെ രസം ഇരിക്കുന്നത്. നമ്മുടെ ആ കൺഫ്യൂഷൻ, നമ്മളത് കാണുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവുകയും കൺഫ്യൂഷൻ നമ്മൾ മാറ്റുകയും ചെയ്യുമ്പോഴാണ് അതിൻ്റെ കഥ നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ആ നിലയിൽ ഈ ഷോർട്ട് ഫിലിമും ഒരു വിജയമായിരുന്നു. ഞാൻ കുറച്ച് കൂടുതൽ എക്സ്പെരിമെൻറ്റുകൾ ഈ ഷോർട്ട് ഫിലിമിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ ഒരു ഫ്രിക്ഷൻ എനിക്ക് ഈ ഷോർട്ട് ഫിലിമുമായിട്ടുണ്ട്. എന്നാലും ഇൻ ദ എൻഡ് എല്ലാം ഓക്കെ ആയിരുന്നു. ഐ എം ഹാപ്പി അബൌട്ട് ദിസ് ഷോർട്ട് ഫിലിം. പിന്നെ ഇതിൻ്റെ കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇതിൽ 2 ആളുകൾ തമ്മിലുള്ള സംസാരമാണ്. അത് എന്താണ് സംസാരിക്കുന്നത്, എങ്ങനെയാണത് മുന്നോട്ട് പോകുന്നത്, എന്തൊക്കെ സംഭവിക്കുന്നു എന്നൊക്കെ ഉള്ളതാണ് ഷോർട്ട് ഫിലിം. എല്ലാവർക്കും പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇതെന്ന് ഞാൻ ഉറപ്പ് തരുന്നു. എൻ്റെ ഫിബോൺ ചാക്കോ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൽ എൻജിൻ എന്ന ഈ ഷോർട്ട് ഫിലിം അവൈലബിൾ ആണ്. കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കാണണം. കണ്ടവരാണെങ്കിൽ കാഴ്ച താല്പര്യമുണ്ടെങ്കിൽ പുതുക്കാം.
ഈ ഷോർട്ട് ഫിലിമിനെ കുറിച്ച് മറ്റ് പെട്ടെന്ന് കാര്യങ്ങളൊന്നും എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ വരുന്നില്ല. ഞാനിങ്ങനെ ഷോർട്ട് ഫിലിമുകൾ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ചെയ്തതാണ്. വേറെ പ്രത്യേകിച്ചൊന്നും പെട്ടെന്ന് എൻ്റെ ഓർമ്മയിലേക്ക് കിട്ടുന്നില്ല. പുതിയൊരു ഷോർട്ട് ഫിലിമിൻ്റെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നീട് കൂട്ടിച്ചേർക്കാം. താങ്ക് യു.